നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി നാം കഴിക്കുന്ന ആഹാരങ്ങളിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ഉണ്ടാകും എഗ്. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അധികം ആർക്കും അറിയാത്ത ഇൻട്രസ്റ്റിംഗ് ആൻഡ് സർപ്രൈസിംഗ് ആയ എഗ് ഫാക്ട്സ് ആണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് സർപ്രൈസിംഗ് ആയി തോന്നിയതെന്ന്. മുട്ടയുടെ വെള്ളക്കരുവിനെ അപേക്ഷിച്ച് മുട്ടയിലെ മഞ്ഞക്കരുവിലാണ് പ്രോട്ടീൻ അത് അധിക അളവിൽ അടങ്ങിയിരിക്കുന്നത്. 100 ഗ്രാം എഗ് വൈറ്റ് അഥവാ വെള്ളക്കരുവും 100 ഗ്രാം എഗ് യോക്ക് അഥവാ മഞ്ഞക്കരുവിലും അടങ്ങിയ പ്രോട്ടീൻ താരതമ്യം ചെയ്താൽ 100 ഗ്രാം വെള്ളക്കരുവിൽ 11 ഗ്രാം പ്രോട്ടീനും 100 ഗ്രാം മഞ്ഞക്കരുവിൽ 17 ഗ്രാം പ്രോട്ടീനുമാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ആളുകൾ പ്രോട്ടീന് വേണ്ടി മഞ്ഞക്കരുവിനെ ഒഴിവാക്കി വെള്ളക്കരു കഴിക്കുന്നത്? ഇതിന് കാരണം മറ്റൊന്നാണ്. ഈ 100 ഗ്രാം മഞ്ഞക്കരുവിൽ നിന്ന് 17 ഗ്രാം പ്രോട്ടീൻ കിട്ടിയാലും അതിൽ അടങ്ങിയിരിക്കുന്ന കാലറി അത് കൂടുതലായിരിക്കും വെള്ളക്കരുവിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഒരു സിംഗിൾ വെള്ളക്കരുവിൽ 3 ഗ്രാം പ്രോട്ടീനും 15 കാലറിയുമായിരിക്കുമ്പോൾ ഒരു സിംഗിൾ മഞ്ഞക്കരുവിൽ സെയിം 3 ഗ്രാം പ്രോട്ടീനും 60 കാലറിയുമായിരിക്കും. നമ്പർ 2, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മഞ്ഞക്കരുവിലാണ് കൂടുതൽ അളവിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിരിക്കുന്നത്. വെറും 2 വൈറ്റമിൻസ് മാത്രം വെള്ളക്കരുവിൽ കൂടുതലായി കാണപ്പെടും. അതാണ് വൈറ്റമിൻ B2 ആൻഡ് വൈറ്റമിൻ B3. ഓക്കെ, ഇത്രയും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയ മഞ്ഞക്കരു, അതും പ്രോട്ടീന്റെ ഗുഡ് സോഴ്സ് ആയ മഞ്ഞക്കരുവിനെ വെറും കാലറി കൂടി എന്നതിന്റെ പേരിൽ തള്ളിക്കളയുന്നത് ചിന്തിക്കേണ്ട കാര്യം തന്നെയല്ലേ. നമ്പർ 3, ചില ആളുകൾ മഞ്ഞക്കരുവിനെ ഒഴിവാക്കുന്നത് അതിലടങ്ങിയ കൊളസ്ട്രോളിനെ മുൻനിർത്തിയാണ്. അതൊരു കാരണമായി പറഞ്ഞുകൊണ്ടാണ്. അതാണ് അടുത്ത ഫാക്ട്. There is no research that suggests eating egg can negatively impact cholesterol. ഇന്നീ ലോകത്ത് ഒരു റിസർച്ചും സൂചിപ്പിക്കുന്നില്ല മുട്ട കഴിച്ചത് കൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ, നിങ്ങളുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവലിനെ അത് നെഗറ്റീവായി ബാധിക്കുമെന്ന്. നമ്പർ 4, ഈ ഒരു ഫാക്ട് നിങ്ങൾ വീട്ടിൽ കോഴി വളർത്തുന്ന ആളാണെങ്കിൽ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മറ്റുള്ളവർക്ക് ഇത് സ്ട്രേഞ്ച് ആയിരിക്കും. അതായത് കോഴിയുടെ ചെവിയുടെ കളർ നോക്കി അതിടുന്ന മുട്ടയുടെ കളർ നമുക്ക് പറയാൻ സാധിക്കും. ചെവിക്ക് വൈറ്റ് കളർ ആണെങ്കിൽ അതിടുന്ന മുട്ടയും വൈറ്റ് ആയിരിക്കും. മറിച്ച് ചെവിക്ക് ബ്രൗണോ റെഡോ ആണെങ്കിൽ അതിടുന്ന മുട്ടയുടെ കളർ ബ്രൗൺ ആയിരിക്കും. നമ്പർ 5, ഇന്നീ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് വൈറ്റമിൻ എയുടെ മികച്ച രണ്ടാമത്തെ സോഴ്സ് എന്ന് പറയുന്നത്, ആഹാര സ്രോതസ് എന്ന് പറയുന്നത് മുട്ടയിലെ മഞ്ഞക്കരുവാണ്. ഒന്നാമത്തെ ആഹാര സ്രോതസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഈ വൈറ്റമിൻ എ ആണ് നിങ്ങൾക്ക് മെലനോമ അഥവാ സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ റിസ്ക് കുറയ്ക്കുന്നത്, നിങ്ങളുടെ ചുളിവുകൾ ഇല്ലാതാക്കുന്നത്, അതുപോലെ തൈറോയ്ഡ് ഹോർമോണായ ഇനാക്റ്റീവ് T4നെ ആക്റ്റീവ് ഫോമായ T3 ആക്കി മാറ്റുന്നതും ഈ വൈറ്റമിൻ എ തന്നെയാണ്. ഇനി ഇതല്ലാതെ മറ്റ് വൈറ്റമിൻ എയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? താഴെ കമന്റ് രേഖപ്പെടുത്തുക. നമ്പർ 6, ഇന്ന് കണ്ടുവരുന്ന തെറ്റായ ഒരു ധാരണയാണ് ബ്രൗൺ മുട്ടകൾക്ക് കട്ടി കൂടിയ മുട്ടത്തോടും വെള്ള മുട്ടകൾക്ക് കട്ടി കുറഞ്ഞ മുട്ടത്തോടുമാണെന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇൻ റിയാലിറ്റി ഈ മുട്ടയുടെ കട്ടി അഥവാ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആശ്രയിച്ചിരിക്കുന്നത് അതിടുന്ന കോഴിയുടെ പ്രായത്തെയാണ്. പ്രായം കുറഞ്ഞ കോഴികളിടുന്ന മുട്ടയ്ക്കാണ് കട്ടി കൂടിയ മുട്ടത്തോടുള്ളത്. അതുപോലെ മുട്ടയുടെ സൈസ് ആശ്രയിച്ചിരിക്കുന്നതും ഇതേ കോഴിയുടെ പ്രായത്തെ തന്നെയാണ്. പ്രായം കൂടിയ കോഴികളാണ് വലിയ സൈസിൽ മുട്ടയിടുന്നത്. നമ്പർ 7, മഞ്ഞക്കരുവാണ് കോളിൻ എന്ന കോമ്പൗണ്ടിന്റെ ഏറ്റവും മികച്ച ഫുഡ് സോഴ്സ്. കോളിന്റെ ഗുണങ്ങൾ എന്താണ്? ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കും, അതുപോലെ ബ്രെയിനിന്റെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അപ്പോൾ കോഴികളുടെ മുട്ടകളെ പറ്റിയിട്ടുള്ള ഈ ഫാക്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഈ ഫാക്ട്സിൽ നിങ്ങൾക്ക് അറിയാമായിരുന്ന ഫാക്ട്സ് ഏതൊക്കെയാണെന്ന് താഴെ കമന്റ് രേഖപ്പെടുത്തുക. അതുപോലെ ഇതിൽ പറയാത്ത ഫാക്ട്സ് പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.